ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുന്നതിൽ തന്ത്രപരമായ നിലപാടുമായി UDF. സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായ നിലപാട് പറഞ്ഞില്ല. സംഗമം CPM-ന്റെ രാഷ്ട്രീയ കാപ്പട്യമാണെന്നാണ് UDF-ന്റെ ആരോപണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് പ്രതിപക്ഷം. അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചാൽ വിശ്വാസികൾ ശത്രുപക്ഷത്താകുമെന്നാണ് ആശങ്ക. സംഘവുമായി സഹകരിച്ചാൽ നേട്ടം സർക്കാരിനായിരിക്കുമെന്നും UDF വിലയിരുത്തുന്നു. ഇന്നലെ ചേർന്ന UDF ഏകോപന സമിതി വിഷയം വിശദമായി ചർച്ച ചെയ്തു. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്, വികസന സദസ്സ്. ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. വിശ്വാസികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ലെന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അയ്യപ്പ സംഗമത്തിൽ സമുദായ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടും UDF-നെ ആശങ്കപ്പെടുത്തുന്നു. നിലപാട് പിഴച്ചാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതൃത്വം ഭയപ്പെടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.